നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയാള തമിഴക സംഗമവേദിയായി വൈക്കം നഗരി. തന്തൈ പെരിയാർ സ്മാരകം നാടിന് സമർപ്പിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യേണ്ട അഭിമാന നിമിഷമാണ് തന്തൈ പെരിയാർ സ്മാരക ഉദ്ഘാടന ചടങ്ങെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കേരളവും തമിഴകവും തമ്മിലുള്ള സാഹോദര്യം കാലങ്ങളായുള്ള ദൃഢബന്ധം കൂടിയാണെന്നും സ്റ്റാലിൻ. സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും മതനിരപേക്ഷതയും മുന്നോട്ട് വയ്ക്കുന്ന സമധർമ്മം എന്നതായിരുന്നു പെരിയാർ മുന്നോട്ട് വെച്ച ആശയമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിർവരമ്പുകളില്ലാത്ത സ്നേഹമാണ് തമിഴ്നാടും കേരളവും പിന്തുടരുന്നതെന്നും മുഖ്യമന്ത്രി. വിശ്വാസത്തിന്റെ നിറദീപം തെളിയിക്കാൻ പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കാർത്തിക പൊങ്കാല ഒരുക്കങ്ങൾ പൂർണ്ണം. വിപുലമായ ക്രമീകരണങ്ങൾ, ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം. വിശദമായ വാർത്തകളിലേക്ക്. മലയാള തമിഴക സംഗമവേദിയായി വൈക്കം നഗരി. തന്തൈ പെരിയാർ സ്മാരകം നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും മുഖ്യാതിഥികളായി പങ്കെടുത്തു. വൈക്കത്ത് നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് കേരള സർക്കാരുകൾ ചേർന്നാണ് വൈക്കം ബീച്ച് മൈതാനത്ത് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. കായലോര ബീച്ചിൽ 5000-ഓളം പേർക്ക് ഇരിക്കാവുന്ന പന്തലിലാണ് പരിപാടി നടന്നത്. തന്തൈ പെരിയാർ സ്മാരകത്തിൽ ഇരു നേതാക്കന്മാരും പുഷ്പാർച്ചന നടത്തി. നവീകരിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ഇരു നേതാക്കന്മാരും പെരിയാർ മ്യൂസിയത്തിലും സന്ദർശനം നടത്തി. വൈക്കം സത്യാഗ്രഹത്തിൽ തന്തൈ പെരിയാർ എന്ന EV രാമസ്വാമി പങ്കെടുത്തതിന്റെയും അദ്ദേഹത്തിന്റെ ധീരോദാത്തമായ പ്രവർത്തനങ്ങളുടെയും ഓർമ്മകൾ ഉണർത്തുന്ന സ്മാരകവും ഗ്രന്ഥശാലയും 8.14 കോടി രൂപ ചിലവിട്ടാണ് തമിഴ്നാട് സർക്കാർ നവീകരിച്ചത്. പെരിയാർ പ്രതിമയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ ജീവിത മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയുള്ള മ്യൂസിയം, ലൈബ്രറി, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ എയർ തിയേറ്റർ ഉൾപ്പെടെയുള്ള വിപുലമായ സ്മാരകമാണ് ഒരുക്കിയിരിക്കുന്നത്. 6.09 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മ്യൂസിയവും 84.20 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ലൈബ്രറിയുമാണ് ഇവിടെ ഉള്ളത്. ടൈം ന്യൂസ്, വൈക്കം. ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ട അഭിമാന നിമിഷമാണ് തന്തൈ പെരിയാർ സ്മാരക ഉദ്ഘാടനമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഇന്ന് ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ദിവസമാണ്. പ്രവേശനം നിഷേധിക്കപ്പെട്ട വൈക്കത്ത് തന്തൈ പെരിയാറിന് നമ്മൾ ഒരു സ്മാരകം നിമിച്ചിട്ടുണ്ട്. ഒരിക്കൽ തന്തൈ പെരിയാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച വൈക്കത്ത് തന്നെയാണ് തമിഴ്നാട് കേരള സർക്കാരുടെ പേരിൽ നമ്മൾ ഈ പരിപാടി ആഘോഷിച്ചിട്ടുള്ളത്. തന്തൈ பெரியாருக்கு எதிராக யாகம் எடுத்த ஊர்ல இன்னைக்கு புகழ்மாலை சூட்டி இருக்கக்கூடிய நிகழ்ச்சி நடந்து கொண்டிருக்கிறது. இதுதான் பெரியாரின் வெற்றி, பெரியார் இயக்கத்தின் வெற்றி, திராவிட இயக்கத்தின் வெற்றி. அந்த வகையில் சமூக நீதியின் வரலாற்றையும் இந்த நாள் பொன்னெழுத்துக்களால் பொறிக்கப்படும். பெரியார் தொடங்கிய திராவிடர் கழகத்தினுடைய தலைவர் ஐயா ஆசிரியர் அவர்களுடைய முன்னிலையில் பேரறிஞர் அண்ணா அவர்களால் தொடங்கப்பட்ட திராவிட முன்னேற்ற கழக தலைவரான நான் தமிழ்நாட்டினுடைய முதலமைச்சர் என்ற பொறுப்போடு இந்த நினைவகத்தை திறந்து வைக்கிறது எனக்கு கிடைச்சிருக்கக்கூடிய மிகப்பெரிய வரலாற்று பெருமையாக அமைந்திருக்கிறது. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനായി 2023 ഏപ്രിൽ 1 ഇരു മുഖ്യമന്ത്രിമാരും വൈക്കത്തെത്തിയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ മുന്നണി പോരാളിയും ദ്രാവിഡ രാഷ്ട്രീയ ആചാര്യനുമായ തന്തൈ പെരിയാറിന്റെ സ്മാരകം നവീകരിക്കുമെന്നത് 2023 ഉദ്ഘാടന വേദിയിലാണ് സ്റ്റാലിൻ പ്രഖ്യാപിച്ചത്. സ്റ്റാലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പാണ് പെരിയാർ സ്മാരകം നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ടൈം ന്യൂസ്, വൈക്കം. സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും മതനിരപേക്ഷതയും മുന്നോട്ട് വയ്ക്കുന്ന സമധർമ്മം എന്നതായിരുന്നു തന്തൈ പെരിയാർ മുന്നോട്ട് വെച്ച ആശയമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലാകെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മുൻനിരയിലാണ് പെരിയാർ എന്ന EV രാമസ്വാമി നായ്ക്കരുടെ സ്ഥാനം. ശ്രീനാരായണനെ കേരളീയരാകെ ആദരവോടെ ഗുരു എന്ന് വിളിക്കുന്നതുപോലെ തന്നെ EVRയെ തമിഴ്നാട്ടുകാരാകെ ആദരവോടെ പെരിയാർ എന്ന് വിളിക്കുന്നു. പെരിയാർ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു. ഗാന്ധിയൻ ചിന്താഗതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ പെരിയാർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നു. പുരോഗമന ചിന്താഗതിയുണ്ടായിരുന്ന പലരും കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതും ചിലർ പിന്നീട്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതുമെല്ലാം നമ്മുടെയെല്ലാം അറിവിലുള്ള കാര്യങ്ങളാണ്. പെരിയാറിൻ്റെ അനുഭവത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ പലരും പുരോഗമന ചിന്താഗതിയല്ല, മറിച്ച് അധോഗമന ചിന്തയാണ് വെച്ച് പുലർത്തുന്നത് എന്നായിരുന്നു പെരിയാറിൻ്റെ പക്ഷം. തമിഴ്നാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ഉറ്റ ചങ്ങാത്തമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സഖാക്കൾ എം സിംഗാരവേലുവും പി ജീവാനന്ദവുമായി. 1920 തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹം ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്ന് നിന്നിരുന്നു എന്ന വസ്തുത വിസ്മരിക്കാൻ കഴിയില്ല. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശത്തിനായി നടന്ന സത്യാഗ്രഹത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു പെരിയാർ. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാം ജയിലിലാണ്. അതിനാൽ താങ്കൾ ഉടനെ വൈക്കത്ത് വന്ന് സത്യാഗ്രഹം നയിക്കണം എന്ന് ബാരിസ്റ്റർ ജോർജ് ജോസഫും കേശവമേനോനും പെരിയാർക്ക് എഴുതിയ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് 1924 ഏപ്രിൽ 13 പെരിയാർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. തിരുവിതാംകൂർ ഭരണ സംവിധാനത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അരുക്കുറ്റിയിലെ ജയിലിലാക്കി. അതറിഞ്ഞ ഉടൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ നാഗമ്മ സ്ത്രീകളെ പങ്കെടുപ്പിച്ച് സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രചരണം നടത്തുന്നവരെ സ്വീകരിച്ചു. നാഗമ്മയും വൈക്കത്ത് വന്ന് സത്യാഗ്രഹത്തിന് ഈ തരത്തിൽ നേതൃത്വം കൊടുക്കുകയായിരുന്നു. പെരിയാർ വ്യക്തികളുടെ സ്വാഭിമാനത്തിനായി നിലകൊണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ അവയുടെ സ്വാഭിമാനത്തിനായി നിലകൊള്ളണമെന്നതാണ് ഈ കാലം ആവശ്യപ്പെടുന്നത്. കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സഹകരണം കേരളവും തമിഴ്നാടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും മതനിരപേക്ഷതയും മുന്നോട്ട് വയ്ക്കുന്ന സമധർമ്മം എന്നുള്ളതായിരുന്നു തന്തൈ പെരിയാർ മുന്നോട്ട് വെച്ച ആശയമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈക്കത്ത് നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി. പുരോഗമന ചിന്താഗതിക്കാരനായിരുന്ന പെരിയാർ കോൺഗ്രസ് വഴിവിട്ട് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുടെയും തൊഴിലാളികളുടെയും കൂടെ നിന്നു. വൈക്കം സത്യാഗ്രഹ സമരത്തിൽ ആർക്കൊക്കെയാണോ വഴി നടക്കാൻ അവകാശമില്ലാത്തത് അവർക്കായി നേതൃത്വപരമായ പങ്കുവഹിച്ച നേതാവായിരുന്നു പെരിയാർ. സാമൂഹിക പരിഷ്കർത്താവായിരുന്ന പെരിയാർ 1924 ഏപ്രിൽ 13 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. പെരിയാർ ജയിലിലായതോടെ പത്നിയായ നാഗമ്മയും സമരമുഖത്ത് സജീവമായി. രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പെരിയാർ അതിർവരമ്പുകൾക്ക് അതീതമായി വൈക്കം സത്യാഗ്രഹ സമരവുമായി സഹകരിച്ചു. കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല പിന്നീടുള്ള സഹകരണം. പിൽക്കാലത്തും തമിഴ്നാടും കേരളവും കൂടുതൽ ശക്തിയോടെ തന്നെ ആ സഹകരണം തുടർന്നു. സ്വാഭിമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ ഇരു സംസ്ഥാനങ്ങൾക്കും കഴിയുന്നു എന്നതിൻ്റെ തെളിവാണ് അതിർവരമ്പുകൾ ഇല്ലാതെ ഇരു സംസ്ഥാനങ്ങളുടെയും സഹകരണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ടൈനൂസ് വൈക്കം. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ആൽബിന്റെ മാതാവ് ഹോസ്റ്റൽ അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്ത്. പേരൻസൊക്കെ അറിയാമായിരുന്നു, പക്ഷെ അവരൊന്നും ഇൻഫോം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ സുരക്ഷിതമെന്ന് കരുതി അവിടെ ഏൽപ്പിക്കുന്നതല്ലേ. ഞങ്ങൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ സൈൻ ചെയ്യുമ്പോൾ വീണ്ടും ഉറപ്പുണ്ടായിരുന്നു. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു, ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾക്കൊരു അവിടെ ഒരു സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന്. പക്ഷെ അത് വെറും ഒരു മേൽക്കൂര മാത്രമായിട്ട് തീരാതെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസം സൗജന്യമാണെങ്കിലും ജീവന്റെ വില അവർക്കില്ല. അതുകൊണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ആൽവിന്റെ മരണത്തിൽ ഹോസ്റ്റൽ അധികൃതർക്കെതിരെ മാതാവ് രംഗത്ത്. വണ്ടാനം TD മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലിരിക്കെ മരിച്ച എടത്ത സ്വദേശി പള്ളിച്ചിറ കൊച്ചുമോൻ ജോർജിന്റെ മകൻ ആൽവിൻ ജോർജിന്റെ മരണത്തിലാണ് മാതാവ് മീന ഹോസ്റ്റൽ അധികൃതർക്കെതിരെ രംഗത്തെത്തിയത്. വൈകിട്ട് 7:30 ശേഷം ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലെന്നാണ് നിബന്ധനയുള്ളത്.
എന്നാൽ ഈ നിബന്ധന മറികടന്ന കുട്ടികൾ പുറത്തുപോയത് എങ്ങനെയെന്ന് ഹോസ്റ്റൽ അധികൃതർ വ്യക്തമാക്കണം. നിബന്ധന പാലിക്കാതെ കുട്ടികൾ പുറത്തുപോയപ്പോൾ എന്തുകൊണ്ടാണ് അധികൃതർ രക്ഷിതാക്കളെ വിളിച്ച വിവരം അറിയിക്കാഞ്ഞത്? സംഭവത്തിൽ ഹോസ്റ്റൽ അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അധികൃതരുടെ വീഴ്ചയിൽ 6 ജീവൻ പൊലിയുകയും 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകാൻ തീരുമാനിച്ചെന്ന് ആൽബിന്റെ മാതാവ് പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. വിശ്വാസത്തിന്റെ നിറദീപം തെളിച്ച് പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ കാർത്തിക പൊങ്കാല മഹോത്സവത്തിന് ഡിസംബർ 13 വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമത്തിന് വേദിയൊരുങ്ങുന്ന ചക്കുളത്തുകാവിൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഡിസംബർ 13 പൊങ്കാല. കൈകളിൽ പൂജാദ്രവ്യങ്ങളും നാവിൽ ദേവീസ്തുതികളുമായി വനിതകൾ അണിമുറിയാതെ എത്തുമ്പോൾ ചക്കുളത്തുകാവും പരിസരവും കാർത്തിക പൊങ്കാലയുടെ പുണ്യം നുകരുകയായി. തിരുവല്ല മുതൽ തകഴി വരെയും MC റോഡിൽ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പന്തളം റൂട്ടിലും മാന്നാർ മാവേലിക്കര റൂട്ടിലും മുട്ടാർ കിടങ്ങറ വിയ്യപുരം ഹരിപ്പാട് റൂട്ടിലും പൊങ്കാല അർപ്പിക്കുന്നതിനായി ഭക്തർ ഇടം പിടിച്ചു തുടങ്ങി. ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇൻഫർമേഷൻ സെന്ററുകളിൽ ക്ഷേത്ര വോളണ്ടിയേഴ്സിന്റെയും നിർദ്ദേശങ്ങൾ നൽകുവാനായി മൊബൈൽ ഫോൺ സംവിധാനവും ഏർപ്പെടുത്തി. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി സ്ഥിരം സംവിധാനങ്ങൾക്ക് പുറമെ താൽക്കാലിക ശൗചാലയങ്ങളും ഏർപ്പെടുത്തി. കൂടാതെ വിവിധ സാമൂഹിക, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. 3001 വോളണ്ടിയേഴ്സ് സേവനം ലഭ്യമാക്കി കഴിഞ്ഞു. പോലീസ്, KSRTC, ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ്, KSEB, വാട്ടർ അതോറിറ്റി, എക്സൈസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റവന്യൂ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സേവനം പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 2000-ൽ പരം പോലീസിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. KSRTC, ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ്, KSEB, വാട്ടർ അതോറിറ്റി, എക്സൈസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റവന്യൂ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സേവനം പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 2000-ൽ പരം പോലീസിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. KSRTC സംസ്ഥാനത്തെ പ്രധാന ഡിപ്പോകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സർവീസുകൾ ആരംഭിച്ചു. നീരേറ്റുപുറം, തലവടി പഞ്ചായത്ത് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ താൽക്കാലിക ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നു. ആവശ്യമായ ശുദ്ധജലം വാട്ടർ അതോറിറ്റി ലഭ്യമാക്കും. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും തിരുവല്ല, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റികളിലും പ്രാദേശികമായി ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ, തിരുവല്ല RDOമാർക്കാണ് കോർഡിനേഷൻ ചുമതല. ക്ഷേത്ര പരിസരത്ത് താൽക്കാലിക ഹെൽത്ത് സെന്ററുകൾ തുറന്നു. ചെങ്ങന്നൂർ മുതൽ തകഴി വരെ വാഹന പാർക്കിങ്ങിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാവുംഭാഗം ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ മൈതാനത്ത് പാർക്ക് ചെയ്യാം. കോട്ടയം, തൃശൂർ, പുനലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ തിരുവല്ല എടത്വ പോലീസ് സ്റ്റേഷൻ, വാട്ടർ അതോറിറ്റി, എടത്വ സെന്റ് അലോഷ്യസ് കോളേജ്, ഹോളി ഏഞ്ചൽ സ്കൂൾ എന്നീ മൈതാനങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. പൂർവ്വ വിദ്യാർത്ഥികളും സഹപാഠികളും കൈകോർത്ത് ഇമ്മാനുവലിന് വീടൊരുക്കി. 7 ലക്ഷം രൂപ ചിലവിലാണ് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 12-ാം വാർഡിൽ വൈക്കത്ത് പറമ്പ് വീട്ടിൽ ഇമ്മാനുവലിന് വീടൊരുങ്ങിയത്. പൂർവ്വ വിദ്യാർത്ഥികളും സഹപാഠികളും കൈകോർത്ത് ഇമ്മാനുവലിന് വീടൊരുക്കി. 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 12-ാം വാർഡിൽ വൈക്കത്ത് പറമ്പ് വീട്ടിൽ ഇമ്മാനുവലിന് വീടൊരുങ്ങിയത്. കറവുകാട് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇമ്മാനുവൽ പുന്നപ്രയിലെ UKD സെന്ററിലായിരുന്നു ട്യൂഷൻ പഠിച്ചിരുന്നത്. 3 മാസം മുൻപ് ക്ലാസ്സിലെത്തിയ ഇമ്മാനുവലിന്റെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും നനഞ്ഞു കുതിർന്നത് കണ്ട് പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ വിവരം അന്വേഷിച്ചപ്പോഴാണ് തകർന്നു വീഴാറായ ചോർന്നിലിക്കുന്ന വീട്ടിലാണ് കഴിയുന്നതെന്ന വിവരം ഇമ്മാനുവൽ പറഞ്ഞത്. കൂലിപ്പണിക്കാരായ അച്ഛനമ്മമാർ സുനിലും സൂസിയും ഇമ്മാനുവലിന്റെ ഇളയ സഹോദരങ്ങളായ അനീറ്റ, ആൻമരിയ എന്നിവരുടെ ജീവിത ദുരിതം ഉണ്ണികൃഷ്ണൻ മറ്റു വിദ്യാർത്ഥികളുമായും പൂർവ്വ വിദ്യാർത്ഥികളുമായും പങ്കുവച്ചു. ഇതോടെ ഇവർക്കായി 2 കിടപ്പുമുറികളും ഇതിനോട് ചേർന്ന ശുചിമുറിയും ഹാളും അടുക്കളയും സിറ്റൗട്ടുമുള്ള വാർക്കൽ വീട് 3 മാസം കൊണ്ട് പൂർത്തിയായി. വീടിന്റെ താക്കോൽ സലാം MLA കൈമാറി. പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ, CA സലീം ചക്കിട്ടപ്പറമ്പിൽ, ഹരീന്ദ്രനാഥ്, സുധീർ പുന്നപ്ര, മുരളീകൃഷ്ണൻ, സനീഷ് എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. തുറവൂർ മഹാക്ഷേത്രത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് നീക്കം ചെയ്തു. ശബരിമല ഇടത്താവളത്തോടനുബന്ധിച്ച് അന്നദാനത്തിനുള്ള അനുമതി നൽകിയ ബോർഡിന് അഭിവാദ്യങ്ങൾ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. തുറവൂർ മഹാക്ഷേത്രത്തിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചതോടെ മാറ്റി. മഹാദേവ ക്ഷേത്രത്തിൽ ഉപദേശക സമിതിയിലെ ചില അംഗങ്ങളുടെ വ്യക്തിപരമായ തീരുമാനപ്രകാരമായിരുന്നു ബോർഡ് സ്ഥാപിച്ചിരുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയിൽ ആലോചനകൾ നടന്നിട്ടില്ലെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ശബരിമല ഇടത്താവളമായ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തോടനുബന്ധിച്ച് അന്നദാനം തുടങ്ങുന്നതിന് അനുമതി നൽകിയതിൽ അഭിവാദ്യം അർപ്പിച്ചാണ് ബോർഡ് സ്ഥാപിച്ചിരുന്നത്. കോടതി ഇടപെട്ടതോടെ ചൊവ്വാഴ്ച അർദ്ധരാത്രി തന്നെ ഇത് മാറ്റുകയായിരുന്നു. ന്യൂസ് തുറവൂർ. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ചുള്ള രുക്മിണി സ്വയംവരം ബുധനാഴ്ച നടന്നു. വെള്ളിയാഴ്ചയാണ് സപ്താഹയജ്ഞം സമാപിക്കുക.
ചേർത്തല ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി ബുധനാഴ്ച നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാവിലെ 7:30 ഭാഗവത പാരായണം, ഗോവിന്ദ പട്ടാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് 5 മണിക്ക് രുക്മിണി സ്വയംവരം, ദീപാരാധന, പ്രഭാഷണം എന്നിവ നടന്നു. തൃക്കാർത്തിക മഹോത്സവ ദിവസമായ വെള്ളിയാഴ്ചയാണ് സപ്താഹ യജ്ഞത്തിന് സമാപനം കുറിക്കുക. ടൈനൂസ് ചേർത്തല. കേരള യൂണിവേഴ്സിറ്റി എംകോം പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ ചേർത്തല NSS കോളേജ് വിദ്യാർത്ഥിനി നിരഞ്ജന ഷാജിക്ക് ആദരവ് നൽകി. കേരള യൂണിവേഴ്സിറ്റി എംകോം പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ ചേർത്തല NSS കോളേജ് വിദ്യാർത്ഥിനി നിരഞ്ജന ഷാജിക്ക് ആദരവ്. തണ്ണീർമുക്കം ജട്ടയിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം മേൽശാന്തി ഷാജിനി ഷാജിയുടെയും മകൾക്ക് ശ്രീമുരുക താന്ത്രിക ഗുരുകുലം പ്രസിഡന്റ് സുനി ശാന്തികൾ, സെക്രട്ടറി അശ്വിൻ ശാന്തികൾ എന്നിവർ ആദരവ് നൽകി. തൈവളി ക്ഷേത്രം മേൽശാന്തി രാജേഷ് ശാന്തികൾ, വല്യാറച്ചിറ ഗുരുദേവൻ മേൽശാന്തി രതീഷ് ശാന്തികൾ, ദിവാകരൻ ശാന്തികൾ എന്നിവർ പങ്കെടുത്തു. ഞാൻ എംകോം പഠിച്ചത് ചേർത്തല NSS കോളേജിലാണ്. അവിടുത്തെ അധ്യാപകരുടെയും പ്രിൻസിപ്പളിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടും ഈ ഒരു വിജയത്തിന് മുന്നോടിയായിട്ട് നിൽക്കുന്നു. ഇന്ന് എനിക്ക് കിട്ടിയ വിജയത്തിന് പിന്താങ്ങായി നിന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. ഒപ്പം ഞങ്ങളുടെ ഞെട്ടേലമ്മയുടെ അനുഗ്രഹവും ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടുമാണ് എനിക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തണം ടൈനൂസ് ചേർത്തല. പറയകാട് നാലുകുളങ്ങര ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ക്ഷേത്രം പുനരുദ്ധാരണത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബർ 15-ന് ആരംഭിക്കും. ചേർത്തല തുറവൂർ പറയകാട് നാലുകുളങ്ങര ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ക്ഷേത്രം പുനർനിർമ്മാണം നടന്നുവരുന്ന വിവരം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ചുറ്റമ്പലത്തിന്റെ പാതകം വയ്പും അനുബന്ധിയായി ധ്വജ തൈലാദിവാസ ചടങ്ങും 2024 ഡിസംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച സമുചിതമായി നടത്തപ്പെടുകയാണ്. അന്നേ ദിവസം പകൽ 10-നും 10:35-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ധ്വജ തൈലാദിവാസം നടത്തപ്പെടുകയാണ്. വിധിപൂർവം വൃക്ഷപൂജ നടത്തി യാനിഹഭൂതാനി വസന്താനി എന്ന പ്രമാണം അനുസരിച്ച് അതിൽ അധിവസിക്കുന്ന പക്ഷിമൃഗാദികളുടെ അനുവാദം വാങ്ങി, വൃക്ഷത്തിന്റെ തന്നെ അനുവാദം വാങ്ങി, ആയുധപൂജ നടത്തി വൃക്ഷത്തെ ഛേദനം ചെയ്ത് ക്ഷേത്രത്തിലേക്ക് ആർഭാടപൂർവം എത്തിച്ച് കൊടിമരത്തിന് യോഗ്യമാകുന്ന രീതിയിലുള്ള പണികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി വിശേഷമായിട്ടുള്ള തൈല അധിവാസം എന്ന ക്രിയയാണ് നടക്കുവാനുള്ളത്. ആയത് 2024 ഡിസംബർ മാസം 15-ാം തീയതി മേൽപ്പടി മുഹൂർത്തത്തിങ്കൽ 65-ലധികം വരുന്ന ഔഷധങ്ങൾ ചേർത്ത എള്ളെണ്ണ വിധിയാമണ്ണം തയ്യാറാക്കി ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള മൂർത്തിക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും സമുചിതമായ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് സമാരാധ്യനായിട്ടുള്ള ക്ഷേത്രം തന്ത്രി ശ്രീ ജിതിൻ ഗോപാൽ കുമരകം അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ധ്വജ തൈലാദിവാസം നടത്തപ്പെടുകയാണ്. ആയതിന്റെ ആദ്യ സമർപ്പണം നടത്തുന്നത് അഖിലാഞ്ജലി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ PD ലക്കിയും കുടുംബവും ചേർന്നാണ്. ഘോഷയാത്രയിൽ ഭക്തജനങ്ങൾ അവരവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചെറിയ കുടങ്ങളിൽ ഏന്തിയ തൈലം വഹിച്ചുകൊണ്ടാണ് ഘോഷയാത്ര നടത്തപ്പെടുന്നത്. പ്രസിദ്ധമായ പറയകാട് നാലുകുളങ്ങര ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ഔഷധ തൈല ഘോഷയാത്രയും ധ്വജ തൈലാധിവാസവും ചുറ്റമ്പലത്തിന് പാതകം വെയ്പ്പ് ചടങ്ങും 15-ന് നടക്കും. കൊടിമര പ്രതിഷ്ഠയിലെ അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണിത്. പ്രത്യേകം തയ്യാറാക്കിയ എണ്ണത്തോണിയിൽ പച്ചക്കർപ്പൂരവും മഞ്ഞളും അരച്ചു പുരട്ടി ശുദ്ധീകരിച്ച കൊടിമരത്തെ ഇറക്കി വെച്ച് അതിൽ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ എണ്ണ
നിറയ്ക്കുന്ന ചടങ്ങാണിത്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ഭക്തജനങ്ങൾക്കും എണ്ണത്തോണിയിൽ നിറയ്ക്കാവുന്നതാണ്. ക്ഷേത്രപാതകം വയ്പ്, കൊടിമരത്തിന്റെ തൈലാധിവാസം അതിവിശിഷ്ടമായ ഈ 2 ചടങ്ങുകളും ഡിസംബർ മാസം 15 ഞായറാഴ്ചയാണ് നടക്കുക. അന്നേ ദിവസം രാവിലെ 8:30 വല്ലത്തോട് മൂർത്തിങ്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഭക്തി നിർഭരമായ ഔഷധ തൈല ഘോഷയാത്രയിലും 10-നും 10:35 മധ്യേ നടക്കുന്ന ഔഷധ തൈല സമർപ്പണം അഖിലാഞ്ജലി ഗ്രൂപ്പ് ചെയർമാൻ PD ലക്കിയും കുടുംബവും ചേർന്ന് നിർവഹിക്കും. 11:55-നും 12:25-നും മധ്യേ നടക്കുന്ന ചുറ്റമ്പലത്തിന്റെ പാതകം വയ്പ് ചടങ്ങ് തോപ്പുംപടി ശ്രീ മഹേശ്വരി ക്ഷേത്രം മേൽശാന്തി സതീഷ് ശാന്തി നിർവഹിക്കും. ടൈനോസ് തുറവൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാള തമിഴക സംഗമവേദിയായി വൈക്കം നഗരി. തന്തൈ പെരിയാർ സ്മാരകം നാടിന് സമർപ്പിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യേണ്ട അഭിമാന നിമിഷമാണ് തന്തൈ പെരിയാർ സ്മാരക ഉദ്ഘാടന ചടങ്ങെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കേരളവും തമിഴകവും തമ്മിലുള്ള സാഹോദര്യം കാലങ്ങളായുള്ള ദൃഢബന്ധം കൂടിയാണെന്നും സ്റ്റാലിൻ. സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും മതനിരപേക്ഷതയും മുന്നോട്ട് വയ്ക്കുന്ന സമധർമ്മം എന്നതായിരുന്നു പെരിയാർ മുന്നോട്ട് വെച്ച ആശയമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിർവരമ്പുകളില്ലാത്ത സ്നേഹമാണ് തമിഴ്നാടും കേരളവും പിന്തുടരുന്നതെന്നും മുഖ്യമന്ത്രി. വിശ്വാസത്തിന്റെ നിറദീപം തെളിയിക്കാൻ പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കാർത്തിക പൊങ്കാല ഒരുക്കങ്ങൾ പൂർണ്ണം. വിപുലമായ ക്രമീകരണങ്ങൾ, ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.